ഹലോ മൈ ഡിയർ ഫാമിലി. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് പൂണ്ടിയാണ് കേട്ടോ. ഇത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ പൂണ്ടിയിൽ വന്നപ്പോൾ അവിടെ ഒന്ന് ചെന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് രാവിലെ ഒന്ന് അതിന് മുകളിലോട്ട് മല കയറി പോയതാണ്. എളുപ്പമാണെന്ന് വിചാരിച്ചൊക്കെയാണ് കയറി തുടങ്ങിയത്. ഇന്ന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാല് നല്ല വേദന എടുത്ത് മല കയറി വന്നപ്പോഴത്തേക്കും. പക്ഷെ മല കയറി വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്. ആ ഒരു പ്രദേശവും കാര്യങ്ങളും ഒരു രക്ഷയില്ല. സൂപ്പർ. ഒരു ഷെഡൊക്കെ കിട്ടി അവിടെ അങ്ങ് താമസിക്കാൻ തോന്നും. ഇതുപോലെ പക്ഷേ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പാണ്. ഞാൻ കിടന്ന് കുളിരായിരുന്നു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞു ലവ് ചിഹ്നമൊക്കെ അവിടെ വരുത്തുന്നുണ്ട്. പിന്നെ എനിക്ക് ആ കൂട്ടത്തിൽ ഒരാളെ കിട്ടി, ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. എനിക്കറിയില്ല, ഞങ്ങൾ പോണതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതവിടെ കിടന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ചെന്നു. അത് അനങ്ങിയില്ല, എന്തോന്നറിയില്ല. കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ വല്ല കൂട്ടുകാരായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അങ്ങനെയും പറയാലോ. അപ്പോൾ ഞാനവനെ തൊട്ടു, പക്ഷെ അവൻ അനങ്ങൊന്നും ചെയ്തില്ല. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഷോർട്ട് വീഡിയോസൊക്കെ അവൻ്റെ കൂടെ എടുത്തു. അങ്ങനെ കുറച്ച് ത്രില്ലായിട്ട് ഞാൻ അവൻ്റെ അടുത്തിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. അവൻ കടിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ, മനസ്സിനുള്ളിൽ അത്രയും പേടി വെച്ചാണ് ഞാൻ അവൻ്റെ അടുത്ത് ഇരുന്നതെങ്കിലും ഞാൻ കുറച്ചായിട്ട് അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങിപ്പോയി. പക്ഷേ അവസാനം എനിക്ക് പേടിയായി, എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ തന്നെ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാനവിടെ നോക്കുമ്പോൾ കുറേ കാളകൾ, പശു, അങ്ങനെയുള്ള കുറേ ഇതിനെ കണ്ട് ഞാൻ. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ, എന്നാലും കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ അവിടെ നിൽക്കണുണ്ടോ പശുവിൻ്റെയൊക്കെ വലിപ്പമൊക്കെ നോക്കിയേ, എന്ത് രസം. എനിക്ക് ഈ പശുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ പശുവിൻ്റെ അവിടെ ഒരു ലവ് ചിഹ്നം കണ്ടോ. ഞാൻ നാട്ടിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു ലവ് ചിഹ്നമൊക്കെ ഒരു നെറ്റിയിൽ കുറിയായിട്ട്. പിന്നെ ദേണ്ടടാ, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പരതി നിന്നത്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കെട്ടിയിടാത്ത ഒരു കുതിരയുടെ ഫ്രണ്ടിൽ ഞാൻ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാടൊന്നും അങ്ങനെ നിന്നിട്ടില്ല, 1-2 പ്രാവശ്യമൊക്കെ നിന്നിട്ടുള്ളൂ. എന്നാലും ഒരാളും അത്രയ്ക്ക് അടുത്ത് ഇല്ലാതെ, ഒരു സേഫ്റ്റി പോലും വെക്കാതെ ഒരു കുതിര. എനിക്കറിയത്തില്ലേ കുതിരയുടെ കാര്യം, കുതിര ഇടിക്കുമെന്നറിയില്ല, ഒന്നും ചവിട്ടുമെന്നറിയില്ല, ഒന്നും എനിക്കറിയാൻ പാടില്ല. എന്നാൽ പോലും മനസ്സിൽ അത്രയും പേടി വെച്ച് ഞാൻ അവിടെ പോയി നിന്നു. കാരണം എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ പോകുന്നത് കണ്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ശരിക്കും ഉള്ളിൽ പേടി വെച്ചാണ് ഞാൻ അവിടെ പോയി നിന്നതും അതിനെ തൊട്ടതും. ആദ്യമൊക്കെ ഞാൻ വീഡിയോ എടുക്കാനായി ചെന്ന് നിന്നപ്പോൾ അതിങ്ങനെ മാറി പോകുമായിരുന്നു. പിന്നെ അവസാനം അതിങ്ങനെ തീറ്റുന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് പോയി തൊടും. കാരണം അതിങ്ങനെ ഒന്ന് തല പൊക്കി ഒന്ന് കാണിച്ചാൽ മതി, ഞാൻ അവിടെ പോയി വീഴാൻ. ഞാൻ കുതിരയുടെ ഫ്രണ്ടിൽ നിൽക്കുവാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആനയുടെ ഫ്രണ്ടിൽ നിൽക്കണമെന്നായിരുന്നു. കാരണം ആന ചവിട്ടിയാൽ തീരും ഞാൻ. അതുപോലെ അല്ല, ഇതിൽ കുതിര ചവിട്ടിയാലും മതി. എന്നാൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതിൻ്റെ അടുത്ത് നിൽക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും ഞാൻ ഉള്ള ധൈര്യം മൊത്തവും മനസ്സിൽ കൊണ്ടുവന്ന് അവിടെ നിന്നു. പക്ഷെ എന്നാലും എനിക്ക് എന്താ പറയുക, അതിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ദേടാ നമ്മുടെ രാജാവ്, നമ്മുടെ നീലിമയായിട്ടാണ് നിൽക്കുന്നത്. തണുത്തും മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണത്. പിന്നെ നമ്മുടെ മറ്റേ പട്ടിയുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു കുറച്ച് നേരം അവിടെ. പക്ഷേ ഇവൻ്റെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. പക്ഷെ അപ്പോഴത്തേക്കും ബ്ലാക്ക് പട്ടിയുടെ കൂടെ ഞാൻ എടുത്തു കഴിഞ്ഞ് മറ്റേ പട്ടി പോയപ്പോൾ ഇവൻ കണ്ടപ്പോൾ ഇവനും ആ പട്ടിയുടെ കൂടെ അങ്ങ് നീങ്ങി അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ നടന്നു. ഇത് കണ്ടോ എന്ത് രസം നോക്കി. ഇതൊക്കെ അല്ല, പോണവരൊക്കെ ഇവിടെയും കൂടെ പോകണം കേട്ടോ. പ്ലേസ് നല്ല സൂപ്പർ പ്ലേസാണ്. നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോയി കാണുന്നതും ഹാപ്പി ആവുന്നതും എല്ലാം. നമുക്ക് ഒരുപാട് ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ വേറെ സ്ഥലങ്ങൾ കാണാൻ പോയി. അപ്പോൾ മഴയായതുകൊണ്ട് പിന്നെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളൊരു റൂം അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പൂണ്ടിയിലാണ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് ഈ മൂടൽ, എന്തിൻ്റെ അടി മഞ്ഞ് മൂടലായിരുന്നു. കോടമഞ്ഞ് അങ്ങനെ ഏതൊരു പാട്ട് കൂടി ഉണ്ട് ഇതിനകത്ത്. ഫുള്ള് മഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോയ്ക്ക് വേണ്ടി. ഇത് എടുക്കാൻ ഞങ്ങൾ എടുത്തു അവിടെ പൂണ്ടി. അത് മാത്രമല്ല, എനിക്ക് പ്രതിരോധ ശേഷിയില്ല, അതുകൊണ്ട് എനിക്ക് തണുപ്പായത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. പുതപ്പിനുള്ളിൽ തന്നെയായിരുന്നു കാറിലെ വന്നേ. അപ്പം പുതപ്പ് കുറച്ചുകൊണ്ട് നടന്നത്, അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നനഞ്ഞ വിറക് കൂട്ടി വെച്ച് ഞങ്ങളിത് സെറ്റ് ചെയ്തത്. കുറച്ച് നനഞ്ഞ വിറകൊക്കെ വെച്ച്
ആദ്യം ഞങ്ങൾ കത്തിച്ച് ശരിയായില്ല, പോയി. പിന്നെ അപ്പുറത്തെ ചേട്ടന്മാരുടെ കുറച്ച് വിറക് എടുത്തോണ്ട് വന്നു അല്ലേ, അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അങ്ങനെ എങ്ങനെയൊക്കെയോ കത്തിച്ചെടുത്തൊരു സാധനമായിരുന്നു. നിങ്ങളെയൊക്കെ ഞാൻ ചൊറിയുന്നു. നോ 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 നോ, ചൂട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഇതുപോലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തീ കായുക, സൂപ്പറായിരിക്കും അല്ലേ, സൂപ്പറായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്രില്ലിക്ക് അടിക്കാം ഒട്ടെങ്കിൽ അല്ലേ, കോഴിക്കാലൊക്കെ ഉണ്ടെങ്കിൽ അടിക്കാം. അത് അങ്ങനെയൊക്കെ പറ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കമന്റ് ഇടണം കേട്ടോ ഗൈസ്. നല്ല വൈബാണ്. തണുപ്പ് അതിനും ഇല്ല. അടുത്ത സീനായിട്ട് വരാം. ഇനിയിപ്പോൾ ഞങ്ങൾ ചാച്ചാൻ പോവാം, ഉറങ്ങാൻ പോവാം ഗൈസ്. ഇത് കത്തി കഴിയുമ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. ബൈ ബൈ.